Hi all, good morning. This call is now being recorded. The sound screen okay ആണോ? റെസ്പോണ്ട് ചെയ്യാം. Okay, thank you, Krishna. Okay, thank you. Okay, so എക്സാം കഴിഞ്ഞു, പേപ്പർ നോക്കിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ചെറിയൊരു പോർഷൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഈ മൊഡ്യൂളിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അത് ഓവർവ്യൂ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നാൽ അപ്രോച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. കാരണം പേപ്പർ നോക്കിയപ്പോൾ മാർക്ക് അക്കോർഡിംഗ് ടു മാർക്കിനെ കൂടുതൽ എഴുതിയ മാർക്കിനേക്കാൾ കുറഞ്ഞ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എങ്ങനെ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ആ സമയത്തൊന്ന് ഡിസ്കസ് ചെയ്യാം. പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. കുറച്ച് പേര് വേണ്ടുന്നത്ര കണ്ടന്റ് എഴുതിയിട്ടില്ല, ബട്ട് ബാക്കി കുറച്ച് പേര് കണ്ടന്റ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലം എന്നല്ല, നിങ്ങൾക്ക് ഓക്കെ, ബട്ട് മാക്സിമം ഒരു 5 മാർക്സ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ബട്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ള എഴുതാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ബട്ട് എന്നാൽ പോലും എഴുതുമ്പോൾ എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ടാവുകയും വേണം. ഓക്കെ, സോ ഈ സെക്കൻഡ് മൊഡ്യൂൾ ടോപ്പിക് വൈസ് അതെങ്ങനെയാണെന്നുള്ളത് കൂടി എക്സാമിന് വന്നത് റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, so the last topic is IEEE 802.15 family. Okay, so last class we discussed wireless high-speed LAN and wireless LAN. Wireless LAN IEEE 802.11 and it has different categorization: 802.11, 11A, 11B, 11G and 11N. All these categorizations are based on its speed and operating frequency. All the subdivision has its own merit and demerit. Family of IEEE 802 family is IEEE 802.15. This IEEE 802.15 is a working group of IEEE standards and it specifies wireless personal area network. ഇതിൻ്റെ മേജറായിട്ട് 10 ഏരിയാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ആർ സ്റ്റിൽ അണ്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇതിലുള്ള ഫസ്റ്റ് ഒന്നാമത്തെയാണ് IEEE 802.15.1 WPAN ബാർ ബ്ലൂടൂത്ത്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത ഓരോ ടെക്നോളജീസ് ആണ്. ബ്ലൂടൂത്ത് ടെക്നോളജി നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടോ? എങ്കിലും ബ്ലൂടൂത്ത് ടെക്നോളജി എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലൂടൂത്ത് ടെക്നോളജി ആയിരിക്കും ഉണ്ടാവുക. പിന്നെയാണ് ഇപ്പം നമ്മൾ ഈ വൈഫൈ വഴി അല്ലെങ്കിൽ ഈ ആപ്പുകൾ വഴി വൈഫൈ യൂസ് ചെയ്തിട്ടുള്ള പല ആപ്പുകളുണ്ട്, അതുവഴി ഫാസ്റ്റായിട്ട്. അതിന് മുന്നേ നിങ്ങൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്തേ. ബ്ലൂടൂത്ത് വഴി നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഫോൺ ടു ഫോൺ? ആരും ഇതുവരെ ബ്ലൂടൂത്ത് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല? ഓക്കെ, സോ ബ്ലൂടൂത്തിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു ഡാറ്റ, ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ ടെക്നിക്കൊക്കെ ഇവോൾവ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തത്? ഫോൺ ടു ഫോൺ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നോ? അങ്ങനെയുള്ള ഫോൺസ് ഉണ്ടായിരുന്നോ? ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ഫോണിനകത്ത് അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഇമേജ് ആണെങ്കിലും ഈവൺ ഇമേജ് എടുക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് മാറി എടുക്കാൻ പറ്റി. ആ എടുത്ത ഇമേജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ബ്ലൂടൂത്തിന് മുന്നേ വേറെ ഏതെങ്കിലും ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് ആരെങ്കിലും ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഈ IEEE 802.15 സ്റ്റാൻഡേർഡിൽ വരുന്നതല്ല, ബട്ട് ദർ വാസ് എ ടെക്നിക് ബിഫോർ ബ്ലൂടൂത്ത്. ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഫോണ്? യെസ്, ഇൻഫ്രാറെഡ് IR വെച്ചിട്ട് ആണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് നിങ്ങൾ പഴയ ഫോണിൻ്റെ നോക്കിയ ഫോൺസൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളർ ഒരു പോർഷൻ ഉണ്ടാവും ഔട്ട് സൈഡിൽ. സോ ആ ബ്ലാക്ക് ആയിട്ട് പോലെ IR ഇൻഫ്രാറെഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തത്. വളരെ സ്ലോയിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ.
ആൻഡ് ഓഫ് കോഴ്സ് ആ ടൈമിൽ അത്രയും ചെറിയ ഡാറ്റകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ക്ലാരിറ്റി ഫേസ് ഒക്കെ വളരെ കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ട്രാൻസ്ഫർ ദാറ്റ് ഇമേജ് ഫ്രം വൺ ഫോൺ ടു അനദർ ഫോൺ. അത് ഇൻഫ്രാറെഡ് ആയിരുന്നു. ആ ഇൻഫ്രാറെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള സ്പെഷ്യാലിറ്റി എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് IR വെച്ചിട്ട് ഫോൺ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ലിമിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി ആരും ഇതുവരെ IR വെച്ചിട്ട് ഒരു ഡാറ്റ ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. സോ ഇൻഫ്രാറെഡ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 2 ഫോണും അത്രയും ക്ലോസ് ആയിട്ട് പിടിക്കണം, അത്രയും അടുത്ത് വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇവോൾവ് ചെയ്തു, ടെക്നോളജീസ് ഇവോൾവ് ചെയ്തു, ദെൻ നമ്മൾ ബ്ലൂടൂത്തിലോട്ട് മാറി. സോ ആ സമയത്ത് ബ്ലൂടൂത്ത് വന്നപ്പോൾ അതൊരു വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു. വലിയ സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതൊക്കെ നിങ്ങൾ വഴി എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഇപ്പം ബ്ലൂടൂത്ത് ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ബിക്കോസ് അഗെയിൻ ടെക്നോളജി ഇവോൾവ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും വൈഫൈ വഴി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴി, ഷെയർ ഇറ്റ് പോലെയുള്ള ആപ്പുകൾ, അങ്ങനെയുള്ള ആപ്പുകൾ വഴിയൊക്കെ ഫാസ്റ്റായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ബ്ലൂടൂത്തിനെ പറ്റി ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. സോ അറ്റ് ദാറ്റ് ടൈം ബ്ലൂടൂത്ത് വാസ് എ ഗ്രേറ്റ് ഇൻവെൻഷൻ ആൻഡ് ദാറ്റ് കംസ് അണ്ടർ IEEE 802.15.1 Bluetooth. It's based on the Bluetooth technology. Then ഈ IEEE 802.15 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ പേര് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. ഇൻ കേസ് മാക്സിമം പോയാൽ ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൽ 1, 2, 3 വെച്ചിട്ട് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എഴുതുക. ബട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആണ്. ബട്ട് ജസ്റ്റ് ആ നമ്പറും പേരും ഒന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് IEEE 802.15 ബ്ലൂടൂത്ത് പ്രോപ്പർട്ടി, ഷോർട്ട് റേഞ്ച്, അതായത് ബ്ലൂടൂത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു ഷോർട്ട് റേഞ്ചിൽ തന്നെ വെക്കണം, അല്ലാതെ കുറച്ച് ഡിസ്റ്റൻസിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലോ പവർ, ലോ കോസ്റ്റ്, സ്മോൾ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഴ്സണൽ ഓപ്പറേറ്റിംഗ് സ്പേസിനുള്ളിൽ തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ബ്ലൂടൂത്ത് ടെക്നോളജി, ദാറ്റ് ഈസ് 802.15.1. Then 802.15.2 is coexistence. കോഎക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൺലൈസൻസ്ഡ് ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യുന്ന വയർലെസ് ലാൻ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് IEEE 802.15.2 coexistence. Then IEEE 802.15.3 high rate wireless personal area network, high rate WPAN, and 15.4 ആണ് low rate wireless personal area network. 15.3 high rate wireless personal area networkum 15.4 low rate wireless personal area networkum ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ IEEE 802.15.1 ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട്, അതായത് 1ന്റെ സ്പീഡൊക്കെ വളരെ കുറഞ്ഞതുകൊണ്ട് അത് അഡ്വാൻസ് ചെയ്തിട്ട് കൊണ്ടുവന്നെയാണിത്. ഡൈനാമിക് ടെക്നോളജി, ഷോർട്ട് കണക്ഷൻ ടൈം, സെക്യൂർ നെറ്റ്വർക്ക് ആൻഡ് ഹൈ സ്പേഷ്യൽ കാപ്പബിലിറ്റീസ് ആൻഡ് സ്പീഡ്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. 0.4 ആണ് സിമ്പിൾ, ലോ കോസ്റ്റ്, ലോ പവർ കൺസംഷൻ. ഇതിന്റെ ഡാറ്റ റേറ്റ് 250 kb/s ആയിരിക്കും. ഈ സെൻസർ നെറ്റ്വർക്ക്സ് ഒക്കെ ഈ ലോ റേറ്റ് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ 15.5 മെഷ് നെറ്റ്വർക്കിംഗ്. ഇത് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഡിവൈസസിനെ ഒരു മെഷ് രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, മെഷ് എന്താണെന്ന് മെഷ് ടോപ്പോളജി ഞങ്ങൾക്ക് അറിയാം, ആ മെഷ് രീതിയിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റാണ് മെഷ് നെറ്റ്വർക്കിംഗ്. ദെൻ 15.6 ബോഡി ഏരിയ നെറ്റ്വർക്ക്. ഈ ബോഡി ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് ഈ മെഡിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള പ്ലേസ് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ, ആ ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ മെഷീൻസ് ബോഡിയിലുള്ള പല കാര്യങ്ങളും സെൻസ് ചെയ്തെടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് ഡിവൈസസ് യൂസ് ദിസ് ടെക്നിക് IEEE 802.15.6 ബോഡി ഏരിയ നെറ്റ്വർക്ക്. ദെൻ 15.7 വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഫ്രീ സ്പേസിലുള്ള ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 15.7. 15.8 പിയർ അവെയർ കമ്മ്യൂണിക്കേഷൻ. ഇത് അണ്ടർ ഡെവലപ്മെന്റിലുള്ള ഒരു ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ് ആണ്. 15.9 കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ.
കീസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അടുത്ത സെമ്മിലൊക്കെ വാട്ട് ഈസ് കീ മാനേജ്മെന്റ് ഒക്കെ. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ് 15.9. ആൻഡ് ഫൈനലി 15.10 ലെയർ 2 റൂട്ടിംഗ്. ഓക്കെ, അത് ലെയർ 2ലുള്ള റൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് 15.10 ലെയർ 2 റൂട്ടിംഗ്. സോ ദീസ് ആർ ദ family of standards coming under IEEE 802.15. includes 15.1 Bluetooth, its properties, 15.2 coexistence, 15.3 high rate wireless personal area network, 15.4 low rate wireless personal area network, 15.5 mesh networking, 15.6 body area networking, 15.7 visible light communication, 15.8 peer aware communication. Okay, so ഇത്രയുമാണ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ടോപ്പിക്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് പെട്ടെന്ന് നോക്കണം, കാരണം അതുകൂടി ആയാലും മാത്രമേ ഒരു ക്ലിയർ ഐഡിയ എനിക്ക് കിട്ടുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് മൊഡ്യൂൾ ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് യൂസ്ഡ് ഇൻ ഡാറ്റാ ലിങ്ക് ലെയർ. ഓക്കെ, ഡാറ്റാ ലിങ്ക് ലെയറിൻ്റെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ് സെക്കൻഡ് മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഡാറ്റാ ലിങ്ക് ലെയറിന്റെ മെയിൻ ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? 4 ഡിസൈൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എക്സാമിനൊക്കെ പഠിച്ചതല്ലേ? എന്തൊക്കെയായിരുന്നു 4 ഡിസൈൻ ഇഷ്യൂസ്? അറ്റ്ലീസ്റ്റ് ഒന്ന് പറയൂ, ബാക്കി നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിസൈൻ ഇഷ്യൂസ് ഓഫ് ഡാറ്റാ ലിങ്ക് ലെയർ? ഏത് ലെയർ ആയാലും അതിന്റെ ഒരു ഡിസൈൻ ഇഷ്യൂ എന്തായിരിക്കും? ഓക്കെ, ഒന്ന് ഫ്രെയിമിംഗ് ആണ്. ഓക്കെ ആണക, ഒന്ന് ഫ്രെയിമിംഗ്. ദെൻ ഏത് ലെയർ ആണെങ്കിലും അതിന്റെ ഒരു ഡിസൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ളതോ താഴെയുള്ളതോ ലെയറിന് കൊടുക്കുന്ന സർവീസസ് ആണ്. ഓക്കെ, സോ ഒന്ന് ഫ്രെയിമിംഗ് തന്നെയാണ്, മറ്റൊന്ന് സർവീസസ് പ്രൊവൈഡ് ടു ദ നെറ്റ്വർക്ക് ലെയർ. ദെൻ എറർ കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ design issues. And the services include 3 things: unacknowledged connectionless service, acknowledged connectionless service, and acknowledged connection oriented service. Connectionless ആയിട്ടുള്ള സർവീസ്, കണക്ഷൻലെസ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഏതായിരുന്നു? വാട്ട് ഈസ് ദ കണക്ഷൻലെസ് പ്രോട്ടോകോൾ ഇൻ ട്രാൻസ്പോർട്ട് ലെയർ? What is the connectionless protocol used in transport layer? Yes, okay. UDP ആണ്. UDP connectionless ആണ്, TCP connection oriented ആണ്. Okay. So unacknowledged connectionless service, acknowledged connectionless service, and acknowledged connection oriented service. These are the services provided by the data link layer to the network layer. Second, framing. Framing എന്ന് പറയുന്നത് എങ്ങനെ ഫ്രെയിംസ് ആക്കി മാറ്റാം, അതിന് വേണ്ടിയിട്ടുള്ള 5 ഡിഫറെന്റ് ടെക്നിക്സ് ആയിരുന്നു. ടൈമിംഗ്, ബൈറ്റ് കൗണ്ട്, ക്യാരക്ടർ കൗണ്ട്, ഫ്ലാഗ് ബൈറ്റ്സ് വിത്ത് ബൈറ്റ് സ്റ്റഫിംഗ്, ഫ്ലാഗ് ബിറ്റ്സ് വിത്ത് ബിറ്റ് സ്റ്റഫിംഗ്. ടൈമിംഗ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യുക. ബൈറ്റ് കൗണ്ട്, ഫിക്സഡ് എമൗണ്ട് ഓഫ് ബൈറ്റിനെ ഒരു സെൻഡ് ചെയ്യുക. ക്യാരക്ടർ കൗണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ബൈറ്റ് ക്യാരക്ടർ ആയിട്ടായിരിക്കും ഒരു ഫിക്സഡ് ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഫ്ലാഗ് ബൈറ്റ് വിത്ത് ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഫ്ലാഗ്സ് വെക്കുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബൈറ്റ് വെക്കുന്നു. ഇതാണ് ഫ്ലാഗ് ബൈറ്റ്. ഫൈനലി ഫ്ലാഗ് ബിറ്റ്സ് വിത്ത് ബിറ്റ് സ്റ്റഫിംഗ്. ഇവിടെ ഒരു ലോങ് സീക്വൻസ് ഓഫ് വൺസ് ഒക്കെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. സോ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് 0 ഇൻ ബിറ്റ്വീൻ ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഈ രീതിയിലൊക്കെ ഫ്രെയിമിനെ ഉണ്ടാക്കുന്നതാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഡിസൈൻ ഇഷ്യൂ. ദെൻ എറർ കൺട്രോൾ. എറർ കൺട്രോൾ അക്നോളജ്ഡ് ബേസ് ചെയ്തിട്ടുള്ള എറർ കൺട്രോൾ ഉണ്ട്, ടൈം ഔട്ട് ബേസ് ചെയ്തിട്ടുള്ള, സീക്വൻസ് നമ്പർ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എറർ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ ഫ്ലോ കൺട്രോൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ് ഫീഡ്ബാക്ക് ബേസ്ഡ് ഫ്ലോ കൺട്രോളും റേറ്റ് ബേസ്ഡ് ഫ്ലോ കൺട്രോളും. ആ ഫ്ലോ കൺട്രോളിന്റെ 2 ടെക്നിക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലോ കൺട്രോളിനുള്ള 2 ടെക്നിക്ക് എന്താണ്? വാട്ട് ആർ ദ 2 ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഫ്ലോ കൺട്രോൾ?
ഫ്ലോ കൺട്രോളിന് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് എന്തൊക്കെയാണ്? എക്സാമിന് നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ ഒന്ന് ആൻസർ പറയാം. യെസ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും ഒന്നുകൂടി ഉണ്ടല്ലോ, സ്ലൈഡിംഗ് വിൻഡോ. ഓക്കെ മനസ്സിലാവും. ഇനി പറയുന്നത് ഇത് എങ്ങനെ എക്സാമിന് പ്രസന്റ് ചെയ്യും. കാരണം ഇത് എക്സാം നിങ്ങൾക്ക് ചോദിച്ച 6 മാർക്കിനാണ്. ഒരു ക്വസ്റ്റിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒരു 9 മാർക്കിന് വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദിസ് ജനറൽ ക്ലാസിഫിക്കേഷൻ, ഫീഡ്ബാക്ക് ബേസ്ഡും റേറ്റ് ബേസ്ഡും നിങ്ങൾ എഴുതണം. അതുകൂടാതെ 2 ടെക്നിക്ക് ഉണ്ട്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, സ്ലൈഡിംഗ് വിൻഡോ ഉണ്ട് എന്ന് പറയാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് 1-2 മീൻസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഡയഗ്രാം. സ്ലൈഡിംഗ് വിൻഡോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ഡയഗ്രാം. ഇവിടെ നിങ്ങൾ എക്സാമിന്റെ കീ നോക്കുന്ന സമയത്ത് എപ്പോഴും എക്സ്പ്ലനേഷൻ ഒരു മാർക്ക് ഉണ്ടായിരിക്കും. അല്ല, എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയ മാർക്ക് ഉണ്ടാവും. ഈ സാധനത്തിന് ലിസ്റ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്താണെന്ന് പറയുന്നതിന് മാർക്ക് ഉണ്ടാവും. സ്ലൈഡിംഗ് വിൻഡോ എന്താണെന്ന് പറയുന്നതിന് മാർക്ക് ഉണ്ടാവും. അതേപോലെ ഈ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിന്റെ ഡയഗ്രത്തിന് ഒരു മാർക്ക് ഉണ്ടാവും, സ്ലൈഡിംഗ് വിൻഡോന്റെ ഡയഗ്രത്തിന് ഒരു മാർക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ 6 മാർക്കിനാണ് ചോദിച്ചത്. സോ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. ഈ ഫീഡ്ബാക്ക് ബേസ്ഡ്, റേറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്താണെന്ന് പറയാം, ഫിഗർ വരയ്ക്കുക. സ്ലൈഡിംഗ് വിൻഡോ എന്താണെന്ന് പറയാം, ഫിഗർ വരയ്ക്കുക. മീൻസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത്രയും ചെയ്യാത്ത ആൾക്കാരുണ്ട്, മേ ബി ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിൽ ഈ ഫീഡ്ബാക്ക് ബേസ്ഡും ഫ്ലോ ബേസ്ഡും എഴുതിയ ആൾക്കാരുണ്ട്. അത് എഴുതിയത് കൊണ്ട് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും, കിട്ടില്ല എന്നല്ല, ബട്ട് അത് എഴുതിയത് കൊണ്ട് ചിലപ്പം ബാക്കിയുള്ള എഴുതാൻ ടൈം കിട്ടിയില്ല എന്ന് വരാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് തീരുമാനിക്കുക. 9 മാർക്സിനാണ് ചോദിച്ചതെങ്കിൽ അതുകൂടി എഴുതണമായിരുന്നു, ബട്ട് ഇറ്റ് ആസ്ക്ഡ് ഫോർ 6 മാർക്ക്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ തിയറി സബ്ജക്റ്റിന് ടൈം ഒരു ഫാക്ടറാണ്. ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതണം. പ്ലസ് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ പോലും കീഴിൽ വരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മുഴുവൻ അതിൽ ഉണ്ടാവുകയും വേണം. നിങ്ങൾ കുറച്ച് എഴുതുകയെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ എഴുതുന്നതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം പല ആൾക്കാരും ഇത് നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇതിൻ്റെ ഫിഗർ വരച്ചിട്ടില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള മാർക്കിന് പോകും. ഓക്കെ, അത് ഒരു കാര്യം. ദെൻ വി ഡിസ്കസ്ഡ് ARQ ടെക്നിക്. ARQ ടെക്നിക്ക് എറർ കൺട്രോൾ ടെക്നിക്കാണ്. ഇത് 9 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. ആദ്യം എറർ കൺട്രോൾ എന്താണെന്ന് പറയാം, ആ എറർ കൺട്രോളിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാം, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, സ്ലൈഡിംഗ് വിൻഡോ, ഈ ഒരു ഫിഗർ വരക്കുക അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാം, അതെന്തായാലും കുഴപ്പമില്ല. ഗോ ബാക്ക് ആൻഡ് സെലക്ട് റിപ്പീറ്റ് ഉണ്ട് എന്ന് പറയാം. ദെൻ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൻ്റെ ഫിഗർ വരക്കുക. ഇങ്ങനെ ഡിഫറൻസ് ചെയ്തൊന്നും വരക്കണ്ട, ഏതെങ്കിലും ഒരു ഫിഗർ വരച്ചാൽ മതി. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്താണ് കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ ഇതിൻ്റെ അകത്ത് ലോസ്റ്റ് ഫ്രെയിം വഴിയിലുണ്ട്, നോട്ട് അക്നോളജ്മെന്റ് ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഫിഗർ വരച്ചാൽ മതി. കാരണം അത്രക്കും ഉണ്ടാവും, 3 കൂടി എഴുതുമ്പോൾ 9 മാർക്കിന് വേണ്ടി ഉണ്ടാവും. ഗോ ബാക്ക് ആൻഡ് ARQ എന്താണെന്ന് പറയാം, ഫിഗർ വരക്കുക. ഇതും ഒരു ഫിഗർ വരച്ചാൽ മതി. സെലക്ട് റിപ്പീറ്റ് എന്താണെന്ന് പറയാം, ഫിഗർ വരക്കുക. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 9 മാർക്കിന് വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ കുറഞ്ഞാലും മാർക്ക് കുറയും, ഇതിൽ കൂടിയാൽ മാർക്ക് കുറയും. മാർക്ക് ഉണ്ടാവും, ബട്ട് ടൈം വേസ്റ്റേജ് ആവും. ഓക്കെ, സോ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി പറയാം, തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡയഗ്രാം ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതെന്തായാലും ഉൾപ്പെടുത്തുക. കാരണം അതിനെന്തായാലും ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ഈവൻ കീയിൽ ഇല്ല എങ്കിൽ പോലും ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ വാല്യൂ ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാർക്ക് വരും. ഓക്കെ, സോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡയഗ്രാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഡയഗ്രാം നിങ്ങൾ തിയറി സബ്ജക്റ്റിൽ എപ്പോഴും ഉൾപ്പെടുത്തുക. ഓക്കെ, ദെൻ വി ഡിസ്കസ്ഡ് ഡാറ്റ ലിങ്ക് പ്രോട്ടോകോൾ. ഇൻ ദാറ്റ് SDLC, HDLC, SLIP, PPP, LAP, ഫ്രെയിം റിലേ, LLC. ഇതിൽ SDLCയും PPPയും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് 3 മാർക്കിന് ചോദിച്ചു, ഒന്ന് 5 മാർക്കിന് ചോദിച്ചു. ഇതും പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. PPP വേണ്ട എത്രയും 5 മാർക്കിന് എഴുതാത്ത ആൾക്കാരുണ്ട്, 5 മാർക്കിൽ കൂടുതൽ എഴുതിയ ആൾക്കാരുമുണ്ട്. ഓക്കെ, HDLC 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഫ്രെയിം സ്ട്രക്ചറും ആ ഫ്രെയിം സ്ട്രക്ചറുള്ള ഓരോ കമ്പണന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യലുമാണ്. ഓക്കെ, HDLC എന്താണെന്ന് വേണമെങ്കിൽ ഒരു സെന്റൻസിൽ വേണമെങ്കിൽ പറയാം, HDLC ഒരു വിക്ടോറിയൻ പ്രോട്ടോകോൾ ആണെന്നോ അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. ബട്ട് ഫ്രെയിം സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് പാർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര മാർക്കിന് ചോദിച്ചാലും അത് എന്തായാലും അതിലുണ്ടായിരിക്കണം. സോ പലരും ഫ്രെയിം സ്ട്രക്ചർ മാത്രം വരച്ച ആൾക്കാരുണ്ട്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടായിട്ടില്ല. ഓക്കെ,
സോ ഫ്രെയിം സ്ട്രക്ചർ വരക്കണം, അതേപോലെ എക്സ്പ്ലനേഷൻ കൊടുക്കണം 3 മാർക്ക് ആണെങ്കിൽ പോലും. അപ്പം ഇനിയും ശ്രദ്ധിക്കുക, ഒരു ഫ്രെയിം ചോദിച്ചാൽ HDLC പോലുള്ള ഫ്രെയിം ചോദിച്ചാൽ ഫ്രെയിമിന് ജസ്റ്റ് വരച്ചാൽ മാത്രം പോരാ, അതിൽ ഓരോ കമ്പണന്റ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു. ഫ്ലാഗ് നിങ്ങൾ ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി, ഫ്ലാഗ് ഇന്നതാണ്, അഡ്രസ് ഇന്നതാണ്, കൺട്രോൾ ഇന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി എഴുതണം. അതുകൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഫ്ലാഗ് ടു ഡീലിംഗ് വിത്ത് ഫ്രെയിം, അഡ്രസ് യൂസ് ടു ഐഡന്റിഫൈ ദ ടെർമിനൽ. ഇത്രയും ഒരു സെന്റൻസ് എഴുതിയാൽ മതി, ബട്ട് അത് ഉണ്ടായിരിക്കണം, കാരണം അതിന് ഒരു മാർക്ക് കിട്ടപ്പ് ഉണ്ടായിരിക്കും. ദെൻ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യം എഴുതണമെന്നില്ല, കാരണം 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് HDLC എന്നൊരു സെന്റൻസ്, ഈ ഒരു ഫ്രെയിം വരച്ച് ഈ കണ്ടന്റ് എഴുതുമ്പോഴേക്ക് തന്നെ 3 മാർക്കായി. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ സാധനം എഴുതണമെന്നില്ല. എഴുതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല, മാർക്ക് കുറയുന്നുമല്ല, ബട്ട് നിങ്ങൾക്ക് ആ 3 മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടൈം വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ചില ആൾക്കാർ ഇതുകൂടി എഴുതിയിട്ടുണ്ട്, എഴുതിയത് പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്. ഇഫ് യു ഹാവ് ടൈം ഇത് എഴുതുകയാണെങ്കിൽ എന്തായാലും അത്രയും നല്ലത്. ബട്ട് ടൈം ഇല്ലാത്ത കേസിൽ മാർക്കിനനുസരിച്ച് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം, കാരണം ഇത് തന്നെ ഡയഗ്രാം വരച്ചിട്ട് കംപ്ലൈൻറ്റ് എഴുതുന്നത് 3 മാർക്കിനുണ്ട്. ഓക്കെ, then we discussed DLL in internet and point-to-point communication. That point-to-point communication is between router and dial-up host. Okay, PPP has 2 protocol. What is the link control protocol and network control protocol? അതിനൊരു ഫ്രെയിം സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ട്രാൻസിഷൻ ഡയഗ്രം ഉണ്ട്, ആ ട്രാൻസിഷൻ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, ഇത് എത്ര മാർക്ക് ഞാൻ ചോദിച്ചാൽ 5 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 5 മാർക്കിന് ചോദിക്കുമ്പോൾ എന്തൊക്കെ കണ്ടന്റ് വേണം, ഇതും പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. കുറഞ്ഞ കണ്ടന്റ് എഴുതിയ ആൾക്കാരുണ്ട്. നോക്കണം, ഇത് 5 മാർക്കിലാണ് ചോദിച്ചിട്ടുള്ളത്, 3 മാർക്കല്ല. അതേപോലെ 9 മാർക്കോ 7 മാർക്കോ ഒന്നുമല്ല, ഇൻ ബിറ്റ്വീനുള്ള 5 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാകുമ്പം നിങ്ങൾ എന്തൊക്കെ ഇത് വേണം ഞാൻ ചോദിക്കാൻ കാരണം, പലരും പല രീതി എഴുതിയിട്ടുണ്ട്. കുറഞ്ഞ എഴുതിയിട്ടുണ്ട്, കണ്ടതിലും വളരെ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഈവൺ 9 മാർക്കിന്റെ പോലെ എഴുതിയ പേപ്പേഴ്സും ഉണ്ട്. എന്തൊക്കെ വേണ്ടി വരും 5 മാർക്കിനാണെങ്കിൽ? ഇല്ലുസ്ട്രേറ്റ് PPP വിത്ത് എ നീറ്റ് ഡയഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലുസ്ട്രേറ്റ് PPP വിത്ത് എ നീറ്റ് ഡയഗ്രാം, അത് ചോദിച്ചുള്ളത് അത് ഫ്രെയിം ആവാം അല്ലെങ്കിൽ ഡയഗ്രാം ആവാം. ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചോദിക്കും, ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പം ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും സെപ്പറേറ്റ് ആയിട്ട് ഫ്രെയിം സ്ട്രക്ചറും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, പക്ഷെ ഇവിടെ ഇത് ജനറലായിട്ട് ഇല്ലുസ്ട്രേറ്റ് PPP വിത്ത് എ നീറ്റ് ഡയഗ്രാം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, സോ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഇതിൽ വെക്കുന്നുണ്ടാവുക? 5 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് PPP എന്നൊരു സെന്റൻസ് എഴുതുക. PPPയുടെ ഫ്രെയിം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ആ ഫ്രെയിം വരക്കുക, ഫ്രെയിമിൻ്റെ ഓരോ കമ്പണന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം ഒന്ന് വരച്ച് വെച്ചാൽ മാത്രം മതി. അല്ല എങ്കിൽ ഈ ഫ്രെയിം ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക, എന്നിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക, ആ ട്രാൻസിഷൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും 5 മാർക്കിന് ആൻസറായിട്ട് ഉണ്ടാവണം. അതായത് എന്താണ് PPP എന്ന് പറയുന്നതിന് ഹാഫ് മാർക്ക് ടു 1 മാർക്ക് ഉണ്ടാവും. ഈ ഡയഗ്രത്തിന് ഒരു 1 to 1.5 മാർക്ക് ഉണ്ടാവും. ഈ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 and 2.5 ഉണ്ടാവും. അത് ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ നേരെ റിവേഴ്സ് ആയിട്ട്, ഇത് ജസ്റ്റ് വരക്കുന്നതിനുണ്ടാവും, അല്ലെങ്കിൽ ഇതിനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുണ്ടാവും. ജനറൽ ആയിട്ട് ചോദിച്ചതുകൊണ്ട് ഫ്രെയിം സ്ട്രക്ചർ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ PPP എന്താണെന്ന് പറയാം. ഫ്രെയിം സ്ട്രക്ചർ നീറ്റായിട്ട് വരയ്ക്കുക, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. ട്രാൻസിഷൻ സ്റ്റേജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ
ട്രാൻസിഷൻ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക, അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ PPP എന്താണെന്ന് പറയാം. ഫ്രെയിം ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, ഫ്രെയിം വരച്ച് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും ആയാൽ 5 മാർക്ക് ഫുള്ള് കിട്ടും. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ PPP എന്താണെന്ന് മാത്രം എഴുതിയ ആൾക്കാരുണ്ട്, PPP വിത്ത് ഈ ഫ്രെയിം മാത്രം വരച്ച ആൾക്കാരുണ്ട്, PPP വിത്ത് ഈ ട്രാൻസിഷൻ മാത്രം വരച്ച ആൾക്കാരുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ 5 മാർക്ക് കംപ്ലീറ്റ് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനിത് പറയാൻ കാരണം ഇനിയും നിങ്ങൾ എക്സാം എഴുതേണ്ടതാണ്. സീരീസ് എക്സാം മാത്രമല്ല, യൂണിവേഴ്സിറ്റി എക്സാം എല്ലാം എഴുതേണ്ടതാണ്. അപ്പം നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എക്സാമിൻ്റെ ടൈമിൽ അതെങ്ങനെ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രസൻറ്റ് ചെയ്തതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക, ആ മാർക്ക് കിട്ടാനുള്ള ടൈം ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ PPP ഫുൾ എഴുതിയ ആൾക്കാരുണ്ട്. PPP ഈവൺ എന്താണ് PPP, ഈ ലിങ്ക്, ഈ LCP NCPനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫ്രെയിമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഈ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, അതിനെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്താലും ഓക്കെ, നല്ലത്, ഫുള്ള് മാർക്ക് തന്നെ കിട്ടും. പക്ഷേങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടൈമിങ് ഇഷ്യൂ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇപ്പം കാരണം നിങ്ങളോട് എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയാം. ഇത് വെച്ച് പറയുമ്പോൾ എങ്ങനെ ഒരു പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും എക്സാം എഴുതിയതാണ്, നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങൾക്കും അറിയാം. അദ്വൈത് ഇങ്ങനെ തന്നെയാണ് എഴുതിയ? അദ്വൈത് ഹലോ, ഹലോ, അദ്വൈത് എന്താ പറഞ്ഞ? ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അജ്മൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയത്? അജ്മൽ ഓക്കെ ഓക്കെ, എന്തായാലും മാർക്ക് ഇന്നോ നാളെ കൊണ്ട് പബ്ലിഷ് ചെയ്യാം. സോ നെക്സ്റ്റ് മാക്സ് സബ് ലെയർ. മാക്സ് സബ് ലെയറിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഈ ടാറ്റ ലെയറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. LLCയും MACയും. MAC മീൻസ് ചാനൽ അലോക്കേഷൻ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. And different protocols are there: random access protocol, controlled access protocol, and channelization protocol. Random access protocol includes Aloha, CSMA, CSMA bar CD, CSMA bar CA. Aloha is again classified into pure Aloha and soft Aloha. Controlled access protocol, reservation, polling, token passing. Channelization protocol, FDMA, TDMA, and CDMA. This question regarding CSMA bar CA. Three marks question ചോദിച്ചുള്ളൂ. Explain how collision is avoided in CSMA bar CA. List different strategies used for this. Okay, ഇതിൽ പലരും എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് മാത്രം. ലിസ്റ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഫോർ ദിസ് പലരും എഴുതിയിട്ടുണ്ട്. പക്ഷെ അതാകുമ്പോൾ കംപ്ലീറ്റ് 3 മാർക്ക് ആയിട്ടില്ല. ഇതിൽ ഈ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ട് നോക്കുക. Explain how collision avoided in CSMA bar CA. List different strategies used for this. 2 പാർട്ടുണ്ട്. ഈ സെക്കൻഡ് പാർട്ട് നല്ല നീറ്റായിട്ട് വൃത്തിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ആൾക്കാരുണ്ട്. ബട്ട് അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും അതിന് അലോക്കേറ്റ് ചെയ്ത മാർക്ക് മാത്രമേ അതിന് കിട്ടുള്ളൂ. ഓക്കെ, ഇതിന് 2 മാർക്സും ഇതിന് ഹാഫ് മാർക്സും ആയിരിക്കും ഉണ്ടാവുക. അല്ല സോറി, 1 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക 3 മാർക്കിന്. നിങ്ങളിത് എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഒരു പാർട്ട് കൂടെ ബാക്കി ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 60 to 70% ആൾക്കാർ ഈ ഫസ്റ്റ് പാർട്ട് മിസ്സാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് CSMA കൊളീഷൻ അവോയ്ഡൻസ് നടത്തുന്നത്?
അല്ലെങ്കിൽ കൊളീഷൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത്. അതിന്റെ കൺസെപ്റ്റാണ് ഈ സ്ഥലത്ത് പറയുന്നത്. ബട്ട് അതിന് ജനറൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ജനറൽ കൺസെപ്റ്റ് അത് നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഡയഗ്രം ഒന്ന് വരക്കണം. ആ ഡയഗ്രം വരച്ചാൽ മാത്രമേ ഈ ഫസ്റ്റ് ഹാഫിലുള്ള 1 മാർക്ക് കിട്ടുള്ളൂ. ദെൻ സ്ട്രാറ്റജീസ് എഴുതുമ്പോൾ ബാക്കിയുള്ള 2 മാർക്ക്. അത് 2 മാർക്കിന് എഴുതിയാൽ മതി. 3 ഉണ്ട്, അത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലിസ്റ്റ് ചെയ്ത് ഓരോന്ന് എന്താണെന്ന് ഒറ്റ സെന്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അതൊരു 7 ഈ ഫസ്റ്റ് പാർട്ട് മിസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും എക്സാമിന്റെ സമയത്ത് അത് ഒന്ന് നോക്കുക. CSMA ബാർ CAന്റെ അകത്ത് എന്താ ചെയ്യുന്നത്, ഒരു റാൻഡം ടൈം എക്സ്ട്രാ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അതായത് ഈ വയർലെസ് നെറ്റ്വർക്കിൽ കൊളീഷൻ ഡിറ്റക്ഷൻ പോസിബിൾ അല്ല. സോ അതുകൂടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ റാൻഡം ടൈം കൂടി വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് അവിടെ എഴുതേണ്ടത്. നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം വരച്ചാലും മതിയായിരുന്നു. ഓക്കെ, അപ്പം ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഈ കുട്ടിക്ക് അറിയാമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഐഡിയ ആയിട്ട് കണ്ടാലും അപ്പം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്ട് ഒരു റാൻഡം ടൈം കൂടി വെയിറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പാർട്ട് ചോദിച്ചത്. അത് ജസ്റ്റ് എഴുതിയാൽ മതി. ഇറ്റ് വിൽ വെയിറ്റ് ഫോർ എ റാൻഡം ടൈം ടു ചെക്ക് വെദർ ദാറ്റ് ചാനൽ ഈസ് ഐഡിയൽ ഓർ നോട്ട് എന്നാൽ ഒറ്റ സെന്റൻസ് ചെയ്താൽ തന്നെ ആ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അല്ലെങ്കിൽ ഈ ഫിഗർ വരച്ചാലും മതി. ബട്ട് അതൊരു 70% ആൾക്കാരും ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ എന്നിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള ഇത് എന്താണെന്ന് പറയേണ്ടത്. ഇന്റർഫറൻസ് ഫേസ്, കണ്ടൻഷൻ വിൻഡോ, അക്നോളജ്മെന്റ്. ഓക്കെ, ഓരോ സെന്റൻസ് ഇതേപോലെ എഴുതിയാൽ മാത്രം മതി. അത് ക്ലിയർ ആയോ? കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങളൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെയാണ് ഇത് ചെയ്തത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോക്കുക, എത്ര ഹാഫ് ഉണ്ട് നോക്കുക, ഓരോ ഹാഫിനെയും എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നൊന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ അത്രയും കണ്ടന്റ് മാത്രം എഴുതുക. ഓക്കെ, ദെൻ കൺട്രോൾ ആക്സസ് പ്രോട്ടോകോൾ കഴിഞ്ഞു. അതിൽ തന്നെ ഓരോ കൺസെപ്റ്റുകൾ എന്തായിരുന്നു. ഒന്ന്, ആദ്യത്തെ കൺസെപ്റ്റ് ഒരു കൺട്രോൾ സ്റ്റേഷൻ ഒന്നുമില്ല, തോന്നുന്ന രീതിയിലായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അലോഹയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, പ്യൂർ അലോഹയിൽ. അത് സോൾവ് ചെയ്യാൻ വേണ്ടി സ്ലോട്ടഡ് ആക്കി കൊണ്ടുവന്നു. അതിനെയും കുറച്ചുകൂടി സോൾവ് ചെയ്തിട്ട് കാരിയറിനെ കൂടി സെൻസ് ചെയ്യാൻ നോക്കി. ഇവിടെ ജാം സിഗ്നൽ വെച്ചിട്ട് കൊളീഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ഇൻഫോം ചെയ്യാൻ നോക്കുന്നു. ഇവിടെ വയർലെസ് ആകുമ്പോൾ ഈ ടെക്നിക്ക് നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ CSMA എന്ത് ചെയ്യും, ഒരു റാൻഡം ടൈം കൂടി വെയിറ്റ് ചെയ്യും. ഓക്കെ, കൺട്രോൾ ആക്സസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രോൾഡ് വേയിലായിരിക്കും പോകുന്നുണ്ടാവുക. റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ചാനലൈസേഷൻ, ഫ്രീക്വൻസി ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്, ടൈം ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് ഫോർ ഡിവിഷൻ, മൾട്ടിപ്പിൾ ആക്സസ്. ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്യുന്നു, ടൈം സ്ലോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നു കോഡിംഗ് തിയറിന്റെ ബേസിസിൽ. ഇത് ആദ്യം റിസർവ് ചെയ്ത് വെക്കുന്നു. ഇത് പ്രൈമറി സ്റ്റേഷനും സെക്കൻഡറി സ്റ്റേഷനുള്ള കേസിൽ ടോക്കൺ പാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൺ പാസിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ആർക്കാണ് ടോക്കൺ കിട്ടുന്നത് അവർക്ക് പാസ് ചെയ്യാം ഡാറ്റ. ദെൻ IEEE 802.1 LAN and MAN. അതിൻ്റെ അകത്ത് എതർനെറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എതർനെറ്റ് ചോദിക്കുമ്പോൾ ഒന്നുകിൽ എതർനെറ്റ് എന്താണെന്ന് പറഞ്ഞ് ഈ ഫ്രെയിം സ്ട്രക്ചർ വരച്ച് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാകുമ്പോൾ തന്നെ ഏകദേശം മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫ്രെയിം എന്താണെന്ന്, ഈ എതർനെറ്റ് എന്താണെന്ന് വരച്ച് നീറ്റായിട്ട് ഈ ഫ്രെയിം വരച്ച് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും കൂടി ഒന്ന് പറയാം. ഇത്രയായാലും 5 മാർക്കിൻ്റെ ഫുള്ള് കിട്ടും. ഓക്കെ, സോ ഇതും രണ്ടും ചെയ്ത ആൾക്കാരുണ്ട്, കുറച്ച് മാത്രം ചെയ്ത ആൾക്കാരുണ്ട്, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ എതർനെറ്റിന് ജസ്റ്റ് ഒന്ന് പറയാം, ഒരു സെൻറ്റൻസ് ഫ്രെയിം ഫോർമാറ്റ് വരയ്ക്കുക, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഫ്രെയിം ഫോർമാറ്റ് വരയ്ക്കുക, ഇതെന്താണെന്ന് പറയാം. ബട്ട് ഫ്രെയിം ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ എന്തായാലും അതിലുണ്ടായിരിക്കണം. ദെൻ ടോക്കൺ ബസ്, ടോക്കൺ റിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടോക്കൺ റിങ്ങിൻ്റെ കേസിൽ ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക, എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണ് ടോക്കൺ പാസ് ചെയ്യുന്നത് എന്നുള്ളത്. അതാകുമ്പോഴാണ് ആ കംപ്ലീറ്റ് മാർക്ക് കിട്ടുള്ളൂ. ഇതിൽ ഫിഗർ വരച്ച ആൾക്കാരുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാരുണ്ട്, രണ്ടും ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, സോ അത് ഉള്ളവർക്കാണ് കംപ്ലീറ്റ് മാർക്കും കിട്ടുന്നുണ്ടാവുക. ഫിഗർ ഒന്ന് വരയ്ക്കുക. IEEE 802.5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഇത്രയേ പറയണ്ടോ, IEEE 802.5 ടോക്കൺ റിംഗ് ആണെന്ന് പറയാം. ഫിഗർ വരയ്ക്കുക, എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറയാം.
ദെൻ ബ്രിഡ്ജസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെയിം ടൈപ്പ് ലാനിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വിച്ചസ് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്വിച്ചിങ് ഡിവൈസസ് ആണ്. ഹൈ സ്പീഡ് ലാൻ, വയർലെസ് ലാനിന്റെ IEEE 802.11 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ 11, 11A, 11B, 11G ആൻഡ് 11N. ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോൾ നോക്കിയ IEEE 802.15. അതിൻ്റെ അകത്തുള്ള ബ്ലൂടൂത്ത്, കോ എക്സിസ്റ്റൻസ്, ഹൈ റേറ്റ് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലോ റേറ്റ് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, മെഷ് നെറ്റ്വർക്കിംഗ്, ബോഡി ഏരിയ നെറ്റ്വർക്കിംഗ്, വിസിബിൾ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, peer aware communication, key management protocol and layer 2 routing. ഇത്രയാകുമ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കുമായി. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങളുടെ ഈ സിലബസ് വെച്ചിട്ട് കുറച്ചെങ്കിലും ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സെക്കൻഡ്. ഇവരൊക്കെ കുറച്ചുകൂടി ചെറുതാണ്, ചെറിയ ടോപ്പിക്കുകളുണ്ട്, ബട്ട് ഇത്രയും ലെങ്തി അല്ല, അല്ലെങ്കിൽ ഇത്രയും ലാർജ് നമ്പർ ഓഫ് ടോപ്പിക്സ് ഇല്ല. സോ സെക്കൻഡ് മൊഡ്യൂൾ എല്ലാവർക്കും ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യാം. അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യവും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അനുഗ്രഹ, ഓക്കെ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, പ്രസന്റ് സർ. ഇജാസ് ഇല്ലേ? ഇജാസ് ആബ്സെന്റ്. നേഹ, നിതിൻ, സർ. ഓക്കെ. പ്രണവ്, പ്രണവ്സി, റൈസ, റസാന, ഓൺലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പറയാം. റുസിൻ, റോഷൻ, സഹലാബി, ഓക്കെ, റസാന, ഓക്കെ, സഹല എൻ, സംഗീത് സാരൻ, ഓക്കെ, ഷാരുൺ, ശ്രദ്ധ, ഷാരുൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, അഞ്ജിത, പ്രസന്റാണോ? ഓക്കെ then, താങ്ക് യു. അത് അസൈൻമെന്റ്സോ എന്തെങ്കിലും വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുക. മുന്നേ ഇഷ്യൂ ചെയ്തതാണ് ഞാൻ. ഒന്നാമത്തേൻ്റെയും ടൈം ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തത് ഇന്ന് തന്നെ വെക്കുക. ഓക്കെ.